നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സിനിമാ വിവാദത്തിൻ്റെയൊക്കെ ഒരു മറുവശമാണ്. എനിക്ക് പലപ്പോഴും ഈ സിനിമാ വിവാദം അല്ലെങ്കിൽ രാഷ്ട്രീയ വിവാദം ഇത്തരം കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഞാൻ ഫസ്റ്റ് ഓർക്കുന്ന ഒരു കഥയുണ്ട്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചൊരു കഥ, ഈ കുട്ടനും മുട്ടനും എന്ന് പറഞ്ഞ രണ്ട് ആടുകളുടെ കഥ. അതായത് കുട്ടനും മുട്ടനും ഈ രണ്ടു പേർക്കും ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. ആരാണ് കൂടുതൽ കരുത്തൻ, ആരാണ് കൂടുതൽ കഴിവുള്ളവരുന്നത്. അപ്പോൾ ഇവരിത് അറിയാൻ വേണ്ടിയിട്ടൊരു കുറുക്കൻ എടുത്തു തരും. അപ്പോൾ കുറുക്കൻ പറയും, ഇതറിയാൻ ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. നിങ്ങൾ ഈ രണ്ട് ആട്ടുകൾ എന്ത് ചെയ്യുക, ഇത് ലോങ്ങെന്ന് വന്ന് ഇട്ടും എന്നുണ്ടെങ്കിൽ ഇട്ടിക്കുക. അങ്ങനെ കുറേ സമയം ഇടിച്ചിടിച്ച് വരുമ്പോൾ ഒരാൾ മറിഞ്ഞ് കെട്ടി വീഴും. അപ്പോൾ മറ്റവനാണ് ഏറ്റവും കരുത്തൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. അത് ഉഗ്രൻ ഐഡിയയിലെന്ന് ചോദിക്കും. അപ്പോൾ ഈ ആടുകൾക്ക് തോന്നുക അതൊരു ഭയങ്കര ഐഡിയ ആണ്. അങ്ങനെ ഈ ആടുകൾ എന്ത് ചെയ്യും, രണ്ട് ലോങ്ങെന്ന് വന്ന് ടിം ടിം എന്നിങ്ങനെ ഇടിക്കിട്ടോ. അപ്പോൾ ചോര വീഴും. സ്വാഭാവികമായിട്ടും കുറുക്കനെ വെച്ചിടത്തോളം ആ ചോരയിലേ ഇൻട്രസ്റ്റ് ഉള്ളൂ. അപ്പോൾ കുറുക്കൻ സുഖമായിട്ട് ആ ചോര കുടിക്കുകയും ചെയ്യും. ഇതേപോലെ ഈ കഥയിൽ ഈ ആടുകളുടെ ഒരു സങ്കല്പ കഥയിൽ ആടുകൾ പ്രതിനിധാനം ചെയ്യുന്നത് ഇവിടുത്തെ രണ്ട് പ്രമുഖ മതക്കാർ, അല്ലെങ്കിൽ ഇവിടുത്തെ രണ്ട് പ്രമുഖ രാഷ്ട്രീയക്കാർ, അതും അല്ലെങ്കിൽ ഇവിടുത്തെ രണ്ട് പ്രമുഖ ഗ്രൂപ്പുകാർ, അല്ലെങ്കിൽ ഒന്ന് ആണ് ഒന്ന് പെണ്ണ്. ഇവർക്കിടയിൽ ആരാണ് ശക്തൻ എന്നുള്ള ഒരു മത്സരം വരുമ്പോൾ ഈ കുറുക്കൻ പ്രതിനിധാനം ചെയ്യുന്നത് ഇവിടുത്തെ പ്രമുഖ നടന്മാർ, പ്രമുഖ സംവിധായകർ, പ്രമുഖ നിർമ്മാതാക്കൾ, ഇവരൊക്കെയാണ്. അതും അല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിൽ MLA, MP, മന്ത്രി, ഇതുപോലുള്ള ആളുകൾ, ഇവരാണ് ഈ കുറുക്കൻ്റെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ കുറുക്കനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇവിടുത്തെ വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്ന ആളുകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് അവരെ തമ്മിൽ പരസ്പരം അടുപ്പിച്ച് അതുകൊണ്ട് 10 ഉറുപ്പ്യ ഉണ്ടാക്കുക, അതുകൊണ്ട് സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിനെ കൃത്യമായി തലവെച്ച് കൊടുക്കലാണ് ഇവിടുത്തെ ഈ കുട്ടൻ്റെ മുട്ടൻ്റെ റോളിലാണ് ഇവിടുത്തെ പല ഗ്രൂപ്പുകളും നിലനിൽക്കുന്നത്. ഇത്തരം വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് ഞാൻ ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ ചില വാക്കുകൾ വെച്ച് പലരും എന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഞാൻ ഈ കാര്യങ്ങൾ 2011 മുതലേ പറയുന്ന കാര്യങ്ങളാണ്. അതായത് മലയാള സിനിമയിൽ കലാകാരന്മാരില്ല, കലയെ വിറ്റ് ജീവിക്കുന്ന കുറേ ബിസിനസ്സുകാരേ ഉള്ളൂ. അതേപോലെ ഞാൻ പറഞ്ഞു, മലയാള സിനിമയിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ പെർസെപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു 75% ജനങ്ങളും വെറും വിഡ്ഢികളും കഴുതകളുമാണെന്നും ഇവരെ വിറ്റ് ജീവിക്കുകയാണ് ഒരു വിഭാഗം ആളുകളെന്ന് പറഞ്ഞു. അപ്പോൾ പലരും എന്നോട് ഈ മെസ്സഞ്ചറിലൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ എന്തൊരു അടിസ്ഥാനത്തിലാണ് മലയാള സിനിമയ്ക്ക് കലയില്ല എന്ന് പറയുക? ഇവിടുത്തെ എത്ര സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഇവിടുത്തെ എത്ര സിനിമയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് ഇവിടെ മലയാള സിനിമയിൽ കലാകാരന്മാരില്ല എന്നതിൻ്റെ അർത്ഥം ഇവിടുത്തെ അവാർഡുമായിട്ട് അതിൻ്റെ ബന്ധമില്ല. ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പം ഞാൻ 1 കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന ഒരു നടനാണ്, അല്ലെങ്കിൽ സംവിധായകനാണ്, അല്ലെങ്കിൽ സംഗീത സംവിധായകനാണെന്ന് വെച്ചോ. എനിക്കൊരു സംസ്ഥാന അവാർഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അടുത്ത വർക്കിന് വേണ്ടി ഒരാൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയും, ഞാൻ ആൾ ചില്ലറില്ല, എനിക്ക് ഈ സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയൊരു വ്യക്തിയാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഈ 1 കോടി 1.5 കോടി, അപ്പോൾ ആ സംസ്ഥാന അവാർഡിനെ അല്ലെങ്കിൽ അത് വിൽക്കുകയാണ്. ഇനി എനിക്ക് ദേശീയ അവാർഡ് കിട്ടിയെങ്കിൽ ഞാൻ പറയും, എനിക്ക് ദേശീയ അവാർഡൊക്കെ കിട്ടിയൊരു വ്യക്തിയാണ്. അപ്പോൾ ആ 1 കോടി എന്നുള്ളത് എന്തായി, 2 കോടി തന്നാലേ ചെയ്യുള്ളൂ എന്ന് പറയും. ഇനി എനിക്ക് ഓസ്കാർ അവാർഡ് തന്നെ കിട്ടുകയാണെങ്കിൽ ഞാൻ പറയും, ഇനിയിപ്പോൾ ഞാൻ ഓസ്കാർ കുട്ടിയാണ്, മനസ്സിലായില്ല, അതുകൊണ്ട് 1 കോടിക്ക് പകരം ഇനി 5 കോടി കിട്ടിയാലേ ഞാൻ വരും എന്ന്. അതായത് ആ ഓസ്കാർ അവാർഡിനെ എങ്ങനെ വിൽക്കാം, അത് ഉപയോഗിച്ച് എങ്ങനെ 10 ഉറുപ്പ്യ ഉണ്ടാക്കാം, ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് കലാപരമായ കാര്യങ്ങളെ വിറ്റ് ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മലയാള സിനിമയിൽ വെറും കല മാത്രമാണ്, ഇവിടെ ബിസിനസ് ഇല്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന മനുഷ്യന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങളുടെ സിനിമയ്ക്ക് 100 കോടി കിട്ടി, 200 കോടി കിട്ടി, 500 കോടി കിട്ടി എന്നുകൊണ്ട് തള്ളുന്ന എന്തിനാണ്? സിനിമയിൽ വെറും കല മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു സിനിമ എടുത്ത് വയ്ക്കുക. ഓക്കെ, കലാപരമായി നല്ല സിനിമയാണ് എൻ്റേതേ എന്ന് പറഞ്ഞാൽ പോരെ, അതിൻ്റെ അപ്പുറത്തേക്ക് ആവശ്യമുണ്ടോ? അപ്പോൾ ബിസിനസ് പറയുന്നത് ബിസിനസ്മാനാണ്. സിനിമ കാണാൻ അവരൊരു ടിക്കറ്റ് വെക്കുന്നുണ്ട്, കോടികൾ പ്രതിഫലം വാങ്ങുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ കലയെ വിറ്റ് ജീവിക്കുന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ലേ അത്. പിന്നെ പല സിനിമകളിലും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അതായത് എല്ലാവരും ഇല്ല, ചിലർ സിനിമയ്ക്കുള്ളിലൂടെ പെണ്ണുപിടുത്തം, കള്ളപ്പണം വെളുപ്പിക്കൽ, അല്ലെങ്കിൽ കള്ള്, കഞ്ചാവ്, MDMA ഒക്കെ ഒളിച്ചു കടത്തൽ, അല്ലെങ്കിൽ ജാതി, മതം, രാഷ്ട്രീയമൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ കലർത്ത്, ഇന്ത്യ വിരുദ്ധ ആശയങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കലർത്ത്, ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ കള്ള്, കഞ്ചാവൊക്കെ ഉള്ളിൽ കൂടെ കലർത്തുമ്പോൾ എന്താണ്, ഒരു കഞ്ചാവിൻ്റെ റെഫറൻസ് എല്ലാം പറയുമ്പോൾ കഞ്ചാവ് മാഫിയ അതിൻ്റെ സംവിധായകൻ 5 ലക്ഷം കൊടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നിർമ്മാതാവിനെ കൊണ്ടൊന്നുമില്ല, എന്തായാലും സംവിധായകൻ അത് കിട്ടുന്നു. അപ്പോൾ ഈ കലയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർ ഒരിക്കലും ആരെയെങ്കിലും ഒരു പൈസ കിട്ടി, അല്ലെങ്കിൽ ഇപ്പോൾ ഫോറിനിൽ കുറച്ച് പൈസ കിട്ടി, ശരി നിങ്ങളൊരു ഇന്ത്യ വിരുദ്ധ സിനിമ ചെയ്യണം, ഓക്കെ ചേട്ടാ എന്ന് പറയുന്ന അതെല്ലാം ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാണ്ട് ഒരു യഥാർത്ഥ കലാകാരൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഒരു യഥാർത്ഥ കലാകാരൻ ഒരിക്കലും MDMA കഞ്ചാവിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സിനിമ ചെയ്യില്ല. പൊതുവെ മലയാള സിനിമയ്ക്ക് എടുക്കുകയാണെങ്കിൽ ആ സിനിമ നിർമ്മാതാവ് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ സിനിമ വിജയിക്കുമെന്ന് നമുക്കറിയാൻ പറ്റും. ഭൂരിഭാഗവും നടന്മാരോ അല്ലെങ്കിൽ സംവിധായകരോ ചെയ്യുന്ന 90% സിനിമകളും വിജയമായിരിക്കും.
അതിപ്പോൾ അവർ വേണമെങ്കിൽ വിവാദം ഉണ്ടാക്കിയിട്ട് വിവാദം ഉണ്ടാക്കാതെ എങ്ങനെയാണ്, അല്ലെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് അവർ എടുക്കാറുള്ളൂ. ഇതേ നടന്മാർ മറ്റുള്ള സംവിധായകരുടെ സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് പരാജയപ്പെടുന്നത്. അതൊരിക്കലും നടന്മാരെ കുറ്റമല്ല, ആ സംവിധായകൻ എന്ന് പറയുന്ന വ്യക്തി അധികവർഷം ഉടായിപ്പായിരിക്കും, അല്ലെങ്കിൽ അങ്ങേർക്ക് സിനിമയെക്കുറിച്ച് വലിയ വിവരമില്ല, ബോധമില്ല. അപ്പോൾ 60 ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ അത് 120 ദിവസമാവും. കാരണം ഒരു ബോധമുള്ളവനെക്കുറിച്ചുള്ള 60 ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 65 ദിവസമല്ലേ വരുള്ളൂ മാക്സിമം. അതേസമയം ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 50 ദിവസത്തെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ 100 ദിവസം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നത്. അതേസമയം ഈ സിനിമാക്കാരെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള നടന്മാർ അവർ സംവിധാനം ചെയ്യുമ്പോഴും അവരുടെ സ്വന്തം പൈസയ്ക്ക് അവർ ചെയ്യുന്ന എല്ലാ വർക്കും അവർക്ക് വിജയമാവാനും സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടുത്തെ നടന്മാരെ ചങ്കുകളായും സഹോദരനായും കൂട്ടുകാരനായും അടുത്ത വീട്ടുകാരനായി കാണുമ്പോൾ അവർ നിങ്ങളെ കഴുതകളായും കറവ പശുക്കളും ഒക്കെ ആയിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ അവരുടെ പോസ്റ്റിൻ്റെ അടിയിൽ പോയിട്ട് അല്ലെങ്കിൽ അവരുടെ വീഡിയോയുടെ അടിയിൽ പോയിട്ട് എന്തെങ്കിലും കമൻസ് നല്ല രീതിയിൽ ഇടുമ്പോൾ അവരതിന് മറുപടി തരുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞ എല്ലാവർക്കും മറുപടി കൊടുക്കുന്ന പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് മനസ്സിലാവുന്നു. പക്ഷേ കുറച്ച് പേർക്ക് മറുപടി കൊടുക്കാമെന്നുള്ളൂ. അതേപോലെ അവർ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ തരുന്നില്ല, നിങ്ങൾക്ക് അവരുമായിട്ടൊന്നും സംവദിക്കാൻ പറ്റുന്നില്ല, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർ നിങ്ങൾക്ക് നമ്പർ തരുന്നില്ല. കാരണം അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ല, അവർ നിങ്ങളെ വെറുക്കുന്നു. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാവരുമായിട്ട് സംവദിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് പേരായിട്ടെങ്കിലും സംവദിക്കാമല്ലോ. അപ്പോൾ അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ല, പക്ഷേ നിങ്ങളുടെ പണം ഇഷ്ടമാണ്. ആ പണത്തിനോട് മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ. നിങ്ങളുടെ കയ്യിലെ പണം എങ്ങനെ അവരുടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളത് മാത്രമാണ് അവർ 24 മണിക്കൂർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ചില ആളുകൾ ഞങ്ങളുടെ ഇഷ്ടതാരം 4 കോടിയുടെ കാറ് കഴിഞ്ഞ മാസത്തെ പോലെ ഈ മാസം വാങ്ങിച്ചു, ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട താരം മുംബൈയിലെ പ്രധാനപ്പെട്ട സ്ഥലത്ത് പോയിട്ട് വലിയ ഫ്ലാറ്റ് വെച്ചു, കൽക്കത്തയിൽ വലിയ കോടീശ്വരന്മാരുടെ ഇടയിൽ വലിയ ഫ്ലാറ്റ് വെച്ചു. ഞാൻ ചോദിക്കുന്നു, ഈ നടന്മാർ വലിയ ഫ്ലാറ്റ് വെച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ബൈക്ക് കാര്യം? നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാറ് പോയിട്ട് 2 വീലർ പോയിട്ട് ഒരു സൈക്കിൾ പോലും ഉണ്ടോ? അവർ വലിയ ഫ്ലാറ്റ് വെച്ചു. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ? ഇവരെ വാലും പിടിച്ച് നിങ്ങൾ നടക്കുന്ന നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവരെ ദൈവങ്ങളായി കണക്കാക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക. അവർക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യം? ഇതൊക്കെ ഒരു എന്ന് വെച്ചിട്ട് സിനിമ കാണണ്ടെന്നല്ല ഞാൻ പറയുന്നത്. സിനിമ കാണണം, സിനിമയായിട്ട് കാണുക, നിങ്ങളുടെ ജീവിതമായിട്ട് കാണരുത്. ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് അവർ സിനിമ എടുക്കുന്നത്, നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ നിങ്ങൾ കാണുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് വരെ ദൈവമാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. പിന്നെ ചിലർ പറയും ഈ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ കുറേ പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു മൊബൈൽ വാങ്ങിക്കാൻ പോവാണ്, അപ്പോൾ നിങ്ങൾക്ക് ആ മൊബൈൽ ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ തിരിച്ചെടുക്കുമ്പോൾ പറയണം, ഏട്ടാ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മൊബൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കുറേ പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്, അവർ ചേട്ടാ ഈ മൊബൈൽ വാങ്ങിച്ചേ പറ്റൂ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ പോവാണ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ വേറെ കമ്പനീൻ്റെ നോക്കുമ്പോൾ അയാൾ പറയുകയാണ്, ചേട്ടാ ഈ കമ്പ്യൂട്ടറെ കുറേ പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്, നിങ്ങൾ വാങ്ങിച്ചിരിക്കണം. ഇവിടെ എല്ലാ ജോലിയും കുറേ പേരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ ഒരു ഡയലോഗിൽ കാര്യമില്ല. അതുപോലെ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ കുറേ പേരുടെ അധ്വാനം എന്ന് പറയുമ്പോൾ ഈ നിർമ്മാതാവ് എന്ന് പറഞ്ഞ മനുഷ്യൻ കൃത്യമായി എല്ലാവർക്കും പണം കൊടുക്കുന്നുണ്ട്. നിങ്ങളൊരു സിനിമ കാണുമ്പോൾ നിങ്ങൾ ആ നിർമ്മാതാവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. കാരണം ആ സിനിമ 8 നിലയിൽ പൊട്ടുകയാണെങ്കിൽ അതിൻ്റെ നടന് പ്രത്യേകിച്ച് ഒരു നഷ്ടവും ഇതിൽ വരാനില്ല. കാരണം അയാൾ ഓൾറെഡി അയാളുടെ പൈസ വാങ്ങിച്ചതാണ്. അപ്പം നിർമ്മാതാവിനെ മാത്രമാണ് ഇതിലെ നഷ്ടം. നിർമ്മാതാവിൻ്റെ മുഖം മാത്രം നോക്കിയാൽ മതി. അതാലോചിച്ചും കൂടെ സിനിമയാണ്, അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമാ നടനേക്കാൾ കൂടുതൽ കഴിവ് ആവശ്യമുള്ളത് ഒരു നാടക നടനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമകൾ കാരണം ഒരുപാട് നാടൻ കലകൾ താഴേക്ക് പോയിട്ടുണ്ട്. അതേപോലെ ഈ നാടകത്തിനൊന്നും കിട്ടേണ്ട ഒരു സ്ഥാനവും നമ്മൾ എവിടെയും കൊടുക്കുന്നില്ല. കാരണം എനിക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, ഇപ്പോൾ എൻ്റെ സിനിമയിലൊക്കെ വരുന്ന നാടകവുമായി ബന്ധപ്പെട്ട ചില ആർട്ടിസ്റ്റുകളെല്ലാം വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ അഭിനയപരമായി ചിന്തിക്കാനും വളരെ മികച്ച കഴിവുള്ള ആളുകളാണ്. കാരണം അവർ ലൈവ്ലി സ്റ്റേജിൽ വർക്ക് ചെയ്യുന്നവരാണ്, ലൈവ്ലി സ്റ്റേജിൽ അഭിനയിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ ഇപ്പോൾ മറ്റുള്ള കുറേ ടിക്ടോക്ക് കളിച്ചു അല്ലെങ്കിൽ കുറേ റീൽസിൽ അഭിനയിച്ചു എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ പല ആളുകളും പക്ക വേസ്റ്റുകളാണ്. അവരുടെയൊക്കെ അഭിനയം തന്നെ വളരെ പുറകോട്ട് പോകുമ്പോൾ ഈ നാടക രംഗത്ത് നിന്ന് വരുന്ന ആളുകളെല്ലാം അടിപൊളിയാണ്. പക്ഷേ ഈ നാടകത്തിനൊക്കെ നമ്മൾ അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. മാത്രമല്ല ഈ സിനിമകൾ കൊണ്ട് അൾട്ടിമേറ്റായിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്തൊരു സംഭവമാണ്. ഈ സിനിമകൾ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം? ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ സിനിമ കണ്ട് നശിച്ച ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിപാടി കാണുന്ന ഏതൊരാൾക്കും അവരുടെ മനസ്സിലൂടെ കുറേ പേര് പോകും. കാരണം സിനിമ എടുത്ത് സിനിമ നിർമ്മിച്ച് 8 നിലയിൽ പൊട്ടി അവസാനം വീട് വിറ്റ് കുത്തുവാള എടുത്ത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത എത്രയോ പേര് നിങ്ങളൊക്കെ പരിചയത്തിലുണ്ടാവും. അതും അല്ലെങ്കിൽ സിനിമാ പ്രാന്ത് കൊണ്ട് അവനവൻ്റെ വിദ്യാഭ്യാസം കളഞ്ഞ് എവിടെ എത്താത്ത കുറേ എണ്ണങ്ങൾ എനിക്ക് പരിചയത്തിലുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ വലിയ സൂപ്പർ സ്റ്റാർ ആവും, സൂപ്പർ സംവിധായകനാണെന്ന് പറഞ്ഞ് വെറും വട്ടപ്പൂജ്യമായി ഭാര്യയുടെ ചെലവിൽ ജീവിച്ചു പോകുന്ന കുറേ ആളുകൾ എനിക്ക് പരിചയം ഉണ്ടാവും. അതും അല്ലെങ്കിൽ സിനിമാ പ്രാന്ത് മൂത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ചില പെൺകുട്ടികൾ, അവർ പോകുന്ന ഒറ്റയ്ക്കായിരിക്കും, തിരിച്ചു വരുന്നത് ഡബിളായിട്ടാണ്, ഒരു കുഞ്ഞു കുട്ടിയായിട്ടാണ് വരുന്നത്, തന്തയില്ലാത്തൊരു കുട്ടിയായിട്ടാണ് ആ കുട്ടി തിരിച്ചു വരുന്നത്. ഇങ്ങനെ പല കുട്ടികളെയും നിങ്ങളെ പരിചയത്തിലുണ്ടാവും. പക്ഷേ സിനിമ കണ്ട് നന്നായി ആരെങ്കിലും നിങ്ങളെ പരിചയത്തിലുണ്ടോ? ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നന്നായിട്ട് കള്ളും കഞ്ചാവ് അടിച്ച് നടക്കുന്ന ഒരുത്തനാണ് വിചാരിച്ചോ, അവൻ കുറച്ച് സിനിമ കാണുന്നു, പിന്നെ അതോടെ അവൻ്റെ സ്വഭാവമൊക്കെ നിർത്തി.
സിനിമ കണ്ടു വിചാരിച്ചിട്ട് ഇവൻ നന്നാവുന്നുണ്ടോ, അല്ലെങ്കിൽ നാളെ മുതൽ അവൻ്റെ സ്വഭാവമൊക്കെ നന്നായി, അല്ലെങ്കിൽ അത്യാവശ്യം മോഷണവും തട്ടിപ്പും വെട്ടിപ്പോയി നടക്കുന്ന ഒരുത്തൻ കുറച്ച് സിനിമ കണ്ടു, അവൻ വളരെ ഡീസൻ്റായി. ഇങ്ങനെ ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ പരിചയത്തിലുണ്ടോ? സിനിമ കണ്ട് ഒരാൾ നശിക്കാറേ ഉള്ളൂ, സിനിമ കണ്ടിട്ട് ആരും നന്നാവാറില്ല. അപ്പോൾ ഭാവിയിലും ഒരുപാട് ഇപ്പോൾ പ്രൊപ്പോഗാണ്ട സെറ്റ് ചെയ്യുന്ന സിനിമകളാണ്. ഇപ്പോൾ മലയാളത്തിൽ നല്ലൊരു ശതമാനം സിനിമകളും പ്രൊപ്പോഗാണ്ട സിനിമകളാണ്. അതായത് ജാതി അല്ലെങ്കിൽ മതം അല്ലെങ്കിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധത ഒളിച്ചു കടത്തുക. അതിനായിട്ട് കുറച്ച് ചിലപ്പോൾ ചില ആളുകൾക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് കിട്ടുന്നു, ചില നടന്മാർ അവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത്, എന്തുവാട്ടെ. അപ്പം ഇത്തരം സിനിമകൾ ഇനിയും പല ആളുകളെയും വെളുപ്പിച്ചുകൊണ്ട് പല സിനിമകൾ ഇനിയും വരാനുണ്ട്. അപ്പം നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെയും പറയാം, ഇങ്ങനെയും പറയാം. ഇപ്പോൾ മുംബൈ കലാപം നടത്തിയ അജ്മൽ കസബൊക്കെ എല്ലാം കഴിഞ്ഞ് പെർഫെക്റ്റാന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ സിനിമകൾ വരും, നോക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് കാണാതിരിക്കാം. അപ്പോൾ ഒരു വശത്ത് ചിന്തിക്കുകയാണെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അവരുടെ പൈസയ്ക്ക് അവർ ചെയ്യുന്നു. സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ആശുപത്രിയിലാണ് കഞ്ഞി വിറ്റ് ജീവിക്കുന്നു, അവർ ഒരു അമ്പലപ്പറമ്പിൽ പോയാൽ അവർ കപ്പലണ്ടി വിറ്റ് ജീവിക്കുന്നു. അവർക്ക് സിറ്റുവേഷൻ അനുസരിച്ച് അവർ ഓരോ കാര്യങ്ങൾ ചെയ്ത് അവരുടെ പ്രൊഡക്റ്റ് അവർ കൃത്യമായി വിറ്റ് ജീവിക്കുന്നു. ഇതെല്ലാം കാണണോ കാണണ്ടേ എന്നുള്ളത് തീരുമാനിക്കാൻ നിങ്ങൾക്ക് പറ്റും. എന്ന് വെച്ചിട്ടിപ്പോൾ നമ്മളിപ്പോൾ വോട്ട് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ എല്ലാ ഇലക്ഷനും നിങ്ങൾ വോട്ട് ചെയ്യുക തന്നെയാണ് വേണ്ടത്. പക്ഷേ നിങ്ങൾ ഓവറാക്കണ്ട, എൻ്റെ പാർട്ടി മാത്രമാണ് നല്ലത്, ബാക്കി എല്ലാവരും മോശമാണ്, ഇങ്ങനത്തെ ഡയലോഗൊന്നും വേണ്ട. നിങ്ങൾ തല്ലാനും കൊല്ലാനും വെട്ടാനും നടക്കേണ്ട. അതേപോലെ സിനിമയിലാണെങ്കിൽ എൻ്റെ നടനെ മാത്രമേ അഭിനയിക്കാറുള്ളൂ, മറ്റവനൊക്കെ ഒന്നിനും കൊള്ളാത്തവനാണ്, ഇങ്ങനത്തെ ഡയലോഗൊന്നും വേണ്ട. നിങ്ങൾക്ക് എൻ്റർടൈൻ കിട്ടുമെങ്കിൽ നിങ്ങൾ പോയി കാണുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇവർക്കൊന്നും വേണ്ടി ചാവാൻ നിൽക്കേണ്ട. കാരണം മലയാള സിനിമയിൽ കലാകാരന്മാരിലെ കലയെ വിറ്റ് ജീവിക്കുന്ന കുറേ ബിസിനസ്സുകാർ മാത്രമേ ഉള്ളൂ. ചെറുപ്പത്തിൽ ഞാനും അച്ഛനുമായിട്ട് സിനിമയെ കുറിച്ചിട്ടൊരു ചെറിയ ചർച്ച നടത്തിയേ. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതായത് അച്ഛൻ പറഞ്ഞ ഒരു നല്ലൊരു ശതമാനം സിനിമാക്കാർ ഒരു ഉടായ്പകളാണ് കേട്ടോ. എനിക്കിത് കേട്ടപ്പോൾ എനിക്ക് ഇതായില്ല. കാരണം അച്ഛൻ ഈ നാനാ വെള്ളി നക്ഷത്രം ഇങ്ങനത്തെ കുറേ വാരികകളിലെ ഈ നടന്മാരുടെ ഇൻ്റർവ്യൂ എല്ലാം വായിക്കുകയും അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വെച്ച് അച്ഛൻ പറഞ്ഞ്. അതേപോലെ ഇങ്ങനെ വിജയശ്രീയുടെ കൊലപാതകം ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞ അച്ഛനോട് ചോദിച്ചു, ഇങ്ങോട്ട് പറഞ്ഞതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എല്ലാ രംഗത്തും ഉടായ്പകളില്ലേ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ കൈക്കൂലി വാങ്ങുന്നവരുണ്ട്. ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ജോലിക്ക് വരുന്ന ചില ആളുകൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ പണിക്കാരും ഒരേപോലെ വർക്ക് ചെയ്യുന്നില്ല. ചില ആളുകൾ ഉടായ്പാണ്, ചില ബിസിനസ്സുകാർ ഉടായ്പുകാരില്ലേ, എല്ലാ രംഗത്തും ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് സിനിമയെ മാത്രമായിട്ട് ഉടായ്പെന്ന് പറയുന്നത്? ഇപ്പോൾ കാസ്റ്റിംഗ് കൗച്ച് ആണെങ്കിൽ ഇതിപ്പോൾ എല്ലാ ഭാഗത്തും ഉണ്ട്. സിനിമയിൽ മാത്രമാണോ കാസ്റ്റിംഗ് കൗച്ചുള്ളത്? ബാക്കിയുള്ള ഏതെല്ലാം മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞ ഉത്തരം, വേറെ ഏത് മേഖലയിൽ ഇതൊക്കെ ഉണ്ട്, പക്ഷേ ഒരു 4 പേരെ എവറേജ് എടുക്കുകയാണെങ്കിൽ 3 പേര് കറക്റ്റും ഒരാൾ ഉടായ്പുമാണ്. മറിച്ച് സിനിമയിലാണെങ്കിൽ നിങ്ങൾ 4 പേര് എടുത്തോ എവറേജ്, 3 പേര് ഉടായ്പും 1 നല്ലതുമാണ്. ഈ നല്ലതിനെ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രംഗത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ച് വന്നാൽ മതി എന്ന് എന്നോട് പറയണ്ടേ. കാരണം അപ്പം കണ്ടവൻ അപ്പാന്ന് വിളിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ രംഗത്തിലെ 4-ൽ 3 പേർക്കുള്ളതെന്നാണ് എന്നോട് പറഞ്ഞത്. അന്ന് എനിക്കത് മനസ്സിലായില്ല, ഞാനത് വിശ്വസിച്ചില്ല. പക്ഷേ ഇന്ന് ഈ അവസ്ഥയിലൊക്കെ ചിന്തിച്ച് എനിക്ക് പണ്ട് അച്ഛൻ പറഞ്ഞ എനിക്ക് ഓർമ്മ ഇപ്പം ഞാൻ ചിന്തിക്കുക, എനിക്ക് തോന്നുന്നത് കറക്റ്റാണ്. കാരണം 4-ൽ 3 പേരും വെറും സിനിമയെ ബിസിനസ്സായിട്ട് എന്തെങ്കിലും 10 രൂപ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നോക്കുന്നവരാണ്. അപ്പോൾ അടുത്ത ദിവസം ഒരു കിട്ടിലെ സബ്ജക്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് ഷോ കാണാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.